നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മാൻ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സ് സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. സോ അങ്ങനെ മാൻ യുണൈറ്റഡിന്റെ പുതിയ ബോർഡ് വന്നതിന് ശേഷം ട്രാൻസ്ഫറിന്റെ അവർ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. ലെനിയോറോവിനെ സിർസ്കിനെ കൊണ്ടുവന്നു. ഉഗാർട്ടെ ഡിലൈറ്റ് ഡീല്, ബ്രാൻഡ് ഡീല്, ഇതിന്റെ എല്ലാം പിന്നാലെ അവരുണ്ടായിരുന്നു. സോ പ്രൈസ് അഗ്രി ചെയ്യാത്തതിന്റെ കാരണത്താൽ അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. സോ അതിലൊക്കെ ഇനിയും വരും ആഴ്ചകൾ കൂടുതൽ ന്യൂസുകൾ കേൾക്കുന്നതാണ്. ഇപ്പം മക്ടോമനി, അവർ തന്നെ വാൻ ബിസാക്ക, കസമീറോ, മേ ബി എറിക്സൺ, ഇവരുടെയൊക്കെ സെയിലാണ് കൂടുതൽ മാൻ യുണൈറ്റഡ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണ് മാൻ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള മാൻ യുണൈറ്റഡ് ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപഴകുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നമുക്കറിയാം മാൻ യുണൈറ്റഡിന്റെ വാൻ ബിസാക്കനെ അവർ സെയിലിൽ വെച്ചിട്ടുണ്ട്. സോ വാൻ ബിസാക്ക വെസ്റ്റാം ഒരു 15 മില്യന്റെ ബിഡ് വാൻ ബിസാക്കയ്ക്ക് വേണ്ടി വിട്ടായിരുന്നു, 15 മില്യൺ പൗണ്ട്സിന്റെ. സോ അത് അഗ്രിമെന്റിലൊന്നും എത്തിയിരുന്നില്ല. വാൻ ബിസാക്കനെ സത്യം പറഞ്ഞാൽ മാൻ യുണൈറ്റഡിന് സെല് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ എന്ന് കേൾക്കുന്നു. സോ ബട്ട് വാൻ ബിസാക്കയ്ക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് സൈഡിലോട്ട് മേ ബി ഒരു കോമ്പറ്റീഷനിൽ റെഗുലറായിട്ട് മത്സരിക്കുന്ന ഒരു സൈഡിലോട്ട് നീങ്ങാനാണ് ആഗ്രഹമെന്നും വാൻ ബിസാക്കയ്ക്ക് ക്രിസ്റ്റൽ പാലസിലോട്ടോ അഥവാ വെസ്റ്റാമിലോട്ടോ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് വലിയ പ്ലാൻ ഇല്ല, അഥവാ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. സോ അതിനകത്ത് തന്നെ ഇപ്പം ഒരു ഡീല് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, വാൻ ബിസാക്കയ്ക്ക് ആ കാര്യം താല്പര്യം ഉണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അത്ലറ്റിക് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. വാൻ ബിസാക്കയും അതുപോലെ തന്നെ ഡെൻസൽ ഡംഫേഴ്സും നമ്മുടെ വിങ് ബാക്ക് റൈറ്റ് ബാക്കായ ഡച്ച് റൈറ്റ് ബാക്കായ ഇന്റർ മിലാന്റെ പ്ലെയറായ ഡംഫേഴ്സുമായിട്ട് ഇപ്പോൾ ഒരു സ്വാപ്പ് ഡീലിനെ കുറിച്ച് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡംഫേഴ്സ് ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റിലോട്ട് കടക്കുകയാണ് ഇന്റർ മിലാൻ. സോ അതിനകത്ത് തന്നെ രണ്ട് പാർട്ടീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഡംഫേഴ്സിന് പ്രീമിയർ ലീഗിലോട്ട് വരാൻ ഡച്ച് മാനേജറായ ടെൻഹാഗിന്റെ പിന്നെ വാൻ സ്ട്രോയൊക്കെയാണല്ലോ ഉള്ളത്. സോ അണ്ടർ വർക്ക് കളിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്ന രീതിയിലാണ് കേൾക്കുന്നത്. സോ വാൻ ബിസാക്കയ്ക്കും ഇന്റർ മിലാനാണ് റാദർ ദാൻ പ്രീമിയർ ലീഗ് ഇപ്പോൾ ഈ കേൾക്കുന്ന ക്ലബ്ബുകൾ ഇപ്പോൾ ഫുള്ളാമ, ക്രിസ്റ്റൽ പാലസ്, വെസ്റ്റാമിനേക്കാളും ഒക്കെ താല്പര്യമെന്ന് കേൾക്കുന്നു. സോ ഒബ്വിയസ്ലി ആ ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ആ ഡീലിനെ കുറിച്ചുള്ള ഒരു നല്ല ഡീലാണോ എന്നുള്ള അഭിപ്രായം പറയാം. സോ ഡെൻസൽ ഡംഫേഴ്സിന്റെ കാര്യം പറയാനായിട്ടാണ് അത്യാവശ്യം ഡിഫൻസീവ്ലിയും കുഴപ്പമില്ല, ഒഫൻസീവ്ലി വളരെ നല്ലൊരു ഫുൾ ബാക്ക് ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ്ലി വാൻ ബിസാക്കയാണ് ഓവറോൾ ബെറ്റർ, ബട്ട് ഓവറോൾ ഫുട്ബോളിംഗ് അവരിറ്റിയിൽ വി മൈറ്റ് സേ അറ്റാക്കിംഗ് ആസ്പെക്ട്സിന് മറ്റും നോക്കാനാണ് ഡംഫേഴ്സ് ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. സോ ഏജ് പ്രൊഫൈൽ നോക്കാനായിട്ടാണെങ്കിൽ വലിയ സിമിലാരിറ്റി ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഡംഫേഴ്സ് 27 ആ ഒരു ഏജ് ഗ്യാപ്പ്, ആ ഒരു റേഞ്ചാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഡീലിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. സോ ഡയലോട്ട് ഓൾറെഡി റൈറ്റ് ബാക്ക് ഉണ്ട്, ഡംഫേഴ്സ് വരാണ്. സോ അവിടെ ഒരു നല്ല കോമ്പറ്റീഷൻ നമുക്ക് കാണാം. അപ്പം ഇതിന്റെ കൂടെ തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മസ്റായി ബയണിന്റെ ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. മസ്റായി വെസ്റ്റാമുമായിട്ട് ഇപ്പം ബയൺ ഒരു ഡീൽ അഗ്രി ചെയ്യുകയും 16 മില്യൺ ഫിക്സഡ് പ്ലസ് 3.4 മില്യൺ ആഡ് ഓൺസ് യൂറോസിന്റെ ഒരു 19.4 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിന് ആള് വെസ്റ്റാമിൽ വരാൻ പോകാന്ന് പറഞ്ഞ വാർത്തകൾ കിട്ടുന്നു. പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുകയോ ആ ഒരു ഏജന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ആദ്യമേ ക്ലബ്ബുകൾ തമ്മിലാണ് അഗ്രിമെന്റിലെത്തിയത്. സോ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഏജന്റ് കമ്മീഷന്റെ കാര്യത്തിനും മറ്റുമൊക്കെ ഇഷ്യൂസ് ആയിട്ട് ആ ഒരു ഡീൽ കൊളാപ്സ് ആയിരുന്നു. മസ്റായി ഇപ്പം മാൻ യുണൈറ്റഡിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ പ്ലറ്റംബർഗ് ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ ആ ഒരു ഡീൽ കൊളാപ്സ് ആയി വെസ്റ്റാമിനോട്ടുള്ള വെസ്റ്റാമിനെ ഡീൽ എൻട്രി ചെയ്തില്ലെന്നാണ് കേൾക്കുന്നത്. സോ മസ്റായി ഇസ് വെയിറ്റിംഗ് ഫോർ മാൻ യുണൈറ്റഡ് എന്നാണ് പ്ലറ്റംബർഗ് കേൾക്കുന്നത്. മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, മാൻ യുണൈറ്റഡ് ഈ ഡീലിലോട്ട് ചാടി വീണാക്കാന്നാണ് കേൾക്കുന്നത്. സോ മസ്റായി ക്യാൻ പ്ലേസ് റൈറ്റ് ബാക്ക് ആൻഡ് ലെഫ്റ്റ് ബാക്ക്. റൈറ്റ് ബാക്ക് ആണ് കൂടുതലും കളിക്കുക. സോ മൊറോക്കൻ ഇന്റർനാഷണൽ ആണ്, ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. എടുത്തു പറയേണ്ട കാര്യം ആൾ യുവന്റസിൽ നിന്നും ഒരു അപ്രോച്ച് വരുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു റൂമറുകൾ വളരെ സ്ട്രോങ് ആണ്. സോ മാൻ യുണൈറ്റഡ് ഈ ഒരു ഡീലിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഡീലിനെ കുറിച്ച് പറയാനായിട്ടുള്ള അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക്